മീൻകറിക്ക് ഏറ്റവും പ്രധാനമായ സാധനമാണ് പുളി. അപ്പോൾ ആദ്യം കുടംപുളി നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കുടംപുളിയുടെ പുളിയൊക്കെ നല്ലോണം ഒന്ന് ഇറങ്ങി വരുവേ. ദേ ഇതുപോലെ തിളച്ച് നല്ലോണം പുളിയൊക്കെ ഇറങ്ങിയിരിക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ കാണിക്കുന്ന റെസിപ്പി ഏറ്റവും എളുപ്പത്തിലും നല്ല ടേസ്റ്റും ആയിട്ടുള്ള മത്തിപ്പീരയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് ഒരു 6-7 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കരിവേപ്പില, പിന്നെ ഇഞ്ചി ഈ ഒരു സൈസിൽ അരിഞ്ഞതാണ്, പിന്നെ പച്ചമുളക് 7, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഞാൻ ഇതിന് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ചിലവർ ഇതിന് ഇടാറില്ല, പക്ഷേ ഇതിന് മല്ലിപ്പൊടി ചേർക്കുമ്പോൾ ഒരു നല്ലൊരു രുചിയാണ്. ഒരു 1/4 ടീസ്പൂൺ മതി. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിന് തേങ്ങ നമ്മൾ നല്ലോണം ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി രുചി കൂടും. അപ്പം ഞാൻ ഇതിനൊരു 1.5 തേങ്ങ ചേർത്ത്, ചെറിയ തേങ്ങയായിരുന്നു, അപ്പം ഞാൻ ഒരു 1.5 തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാവേ. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല, തരിതരിയായിട്ട് കിടക്കണേ. ഇതുപോലെ തേങ്ങാപ്പീരയൊക്കെ ഒത്തിരി അരയാതെ തരി പോലെ കാണുന്നില്ലേ, ഇതുപോലെ ഇരിക്കണം. നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ പോകുന്ന ചട്ടിയില്ലേ, അതിലോട്ട് തന്നെ നമുക്കിനി മത്തിയും കൂടെ ഇടാവേ. ഞാനിപ്പോൾ 1 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി അരച്ച് വെച്ചതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല രീതിക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് എല്ലാ മത്തിയിലും ഈ അരപ്പെല്ലാം കൂടെ ഒന്ന് ചേർന്ന് നല്ല രീതിക്കൊന്ന് പുരട്ടി കിട്ടും. നമ്മൾ കുറച്ച് മുമ്പേ തിളപ്പിച്ച് മാറ്റി വെച്ച കുടംപുളിയുടെ വെള്ളമില്ലേ, ഇനി ആ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്, ഒരു 1/2 ഗ്ലാസ്. ഇതിൽ ഈ കറിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് സെമി ഗ്രേവി ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ അധികം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇത് ഈ ഒരു പാകത്തിനുള്ള വെള്ളം മാത്രമായിരിക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഇതിനി സ്പീഡിൽ തന്നെ വെച്ചാൽ മതി. ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ ഉടൻ തന്നെ ഇത് സിമ്മിലാക്കണം. പിന്നെ ഇത് ഫുള്ളായിട്ട് സിമ്മിൽ തന്നെ ചെയ്യേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കുറച്ച് ഒഴിക്കുന്ന കാരണം ഇത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെ സിമ്മിലായിരിക്കണം ചെയ്യേണ്ടത്. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിലൊക്കെ പിടിച്ചോ ഇല്ലയെന്നൊന്നും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. ഇപ്പോൾ ഇതിൽ വെള്ളം കുറച്ചുകൂടെ ഉണ്ട്. ഇതൊക്കെ കുറച്ചുകൂടെ ഒന്ന് വറ്റി വരണം. അപ്പം കുറച്ച് നേരം കൂടെ ഒന്ന് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഞാൻ ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കുന്നുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നും ഇങ്ങനെ ഒന്ന് കുടഞ്ഞിടണേ. ഇത് തവി കൊണ്ട് ഇനിയിപ്പോൾ ഇളക്കാൻ പാടില്ല, മീനല്ലെങ്കിൽ പിന്നെ അങ്ങ് ഉടഞ്ഞു പോകും. അതുകൊണ്ട് മീൻ കറി നമ്മൾ എപ്പോൾ വെക്കുമ്പോഴും മീനൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ നമ്മൾ തവി ഉപയോഗിച്ച് ഇങ്ങനെ ഇളക്കാതെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചട്ടിയൊക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടച്ചു വെക്കണ്ട. അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇങ്ങനെ അതിൻ്റെ ആവി കൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇനിയിപ്പം തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് വറ്റി വരുന്ന വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ചധികം കരിവേപ്പിലയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ആ കുറച്ച് വെള്ളമല്ലേ, അതൊക്കെ ഇനിയിപ്പോൾ അങ്ങ് വറ്റിക്കോളും. ഇനിയിപ്പോൾ സ്റ്റൗവും കൂടെ ഓഫാക്കണേ. ഇത്രേ ഉള്ളൂ പണി. മീൻ പീര റെഡിയായി. ഇത് നമുക്ക് കഞ്ഞിയുടെ കൂട്ടത്തിലോ ചോറിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ വെറുതെ കഴിച്ചാൽ പോലും അത്രയ്ക്കും രുചിയാണ്. നിങ്ങൾ എന്തായാലും ഈ രീതിക്കൊന്ന് മീൻ പീര ഒന്ന് ഉണ്ടാക്കി നോക്കണേ.